താലി. രചനാവതരണം നന്ദു അച്ചു കൃഷ്ണ. ദേവാ, ദേവാ, ആ. അവൾ ഞെട്ടി എഴുന്നേറ്റു. ഇടയ്ക്ക് എപ്പോഴോ യാത്രയിൽ അവളൊന്ന് മയങ്ങിപ്പോയിരുന്നു. എന്താ, എന്തുപറ്റി? കാറിന്റെ ഡോറിൽ കുനിഞ്ഞു നിന്ന് തന്നെ നോക്കുന്നവനെ വെപ്രാളപ്പെട്ട് നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു. അത് പിന്നെ ഒരു ആക്സിഡന്റ്. ആക്സിഡന്റോ? ഭയപ്പാടോടെ അവൾ ചുറ്റും നോക്കി. എടോ, താനിങ്ങനെ ടെൻഷൻ ആവല്ലേ. നമ്മുടെ വണ്ടിക്കല്ല, ഹൈവേയിലോട്ട് പോകുന്ന റോഡിലോ മറ്റോ ആണ്. കേട്ടിട്ട് വലിയ എന്തോ അപകടമാണെന്ന് തോന്നടോ. മിക്കവാറും വണ്ടികൾ തിരിഞ്ഞു വരുന്ന കണ്ടവൻ അവളോടായി പറഞ്ഞു. ദേവാ, ഈ വഴിയിൽ നിന്ന് നമ്മൾ അങ്ങോട്ട് കയറിയ ഫുൾ ബ്ലോക്കിൽ പെടുമെന്ന് ഉറപ്പാ. കണ്ടില്ലേ എല്ലാ വണ്ടികളും തിരിച്ചു വരുന്നത്. അങ്ങനെങ്ങാനും കുടുങ്ങിയാൽ പെട്ടു. പിന്നെ പെട്ടെന്നൊന്നും യാത്ര നടക്കില്ലെന്ന് ഉറപ്പാ. അതുകൊണ്ട് താൻ ആരിനെ ഒന്ന് വിളിച്ച് മീറ്റിംഗ് വേറെ എവിടെയെങ്കിലും മാറ്റിവെക്കാമോ എന്ന് ചോദിക്ക്. അഭിപ്രായം അറിയാനെന്ന പോലെ തന്റെ മുഖത്തേക്ക് നോക്കുന്നതിനോട് എന്താ പറയേണ്ടതെന്ന് അറിയാതെ അവൾ അവനെ തന്നെ നോക്കിയിരുന്നു. ശ്രീക്ക് പാവം തോന്നി. അവളുടെ മനസ്സിന്റെ അലഹം അവനോളം മനസ്സിലാക്കിയവൻ ആ സമയം മറ്റാർക്കും കഴിയില്ലായിരുന്നു. ഒരിക്കൽ താനും ചവിട്ടി നടന്ന കനലിന്റെ പാതയാണ്. അന്ന് ആ പൊള്ളൽ തീർത്ത പാടുകൾ ഇന്നും ഹൃദയത്തിലിരുന്ന് വിങ്ങുന്നുണ്ട്. ശ്രീ അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് കയ്യിൽ നിന്നും ഫോൺ വാങ്ങി. ഇങ്ങ് തന്നെ, താൻ വിളിക്കണ്ട, ഞാൻ ചോദിച്ചോളാം. സർ. ശ്രീ അവളെ നോക്കി. അത് ഒന്നുമില്ല ദേവാ, ഞാൻ നോക്കിക്കോളാം. അവളുടെ കവിളിലൊന്ന് തട്ടി ഡോർ അടച്ച് അല്പം മാറിയെന്ന് ശ്രീ ആര്യനെ വിളിച്ചു. അപ്പുവിനോട് സംസാരിക്കുന്നവന്റെ മുഖത്തായിരുന്നു ആ നേരവും അത്രയും അവളുടെ കണ്ണുകൾ. ഒക്കെ ഉള്ളം നീർന്ന ഓർമ്മകളാണെങ്കിലും മനഃപൂർവ്വം പലതും മറവിയിലേക്ക് വിട്ടുകൊടുത്തതാണ്. ഏറെക്കുറെ ജീവിതം മറ്റൊരു വിധത്തിൽ പോകാനും ശീലിച്ചു. എന്നിട്ടും ഇപ്പോൾ ഒരു വിളിയിൽ താൻ പിന്നെയും ആ ഒറ്റ ബിന്ദുവിൽ വന്നു നിൽക്കുന്നു. പ്രണയം വല്ലാത്തൊരു നൊമ്പരമാണ്, വീഞ്ഞിനോളം ലഹരിയുള്ളതും. ദേവാ. ശ്രീയുടെ വിളിയിലാണ് അവൾ ചിന്തകളെ പിന്തള്ളി പുറത്തേക്ക് വന്നത്. സർ. ദേവാ, അത് പിന്നെ. എന്താ സർ? നിനക്കിന്ന് ആരിനെ കാണണമെന്നല്ലേ ഉള്ളൂ? അതെ. എന്താ സർ അങ്ങനെ ചോദിച്ചത്? ഒന്നുമില്ലടോ, ചോദിച്ചെന്നേ ഉള്ളൂ. കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ അവൻ പുറകിലേക്ക് വണ്ടി തിരിച്ച് ഇടവഴി കയറി. ഇതിലെ പോയാൽ കുറെ ചുറ്റുണ്ട്, എന്നാലും ബ്ലോക്കിൽ പെടാതെ ഹൈവേ പിടിക്കാം. താൻ ഇങ്ങനെ നോക്കണ്ടടോ, ഈ വഴി കറക്റ്റാ. ആ മുറുക്കാൻ കടയിലിരിക്കുന്ന ചേട്ടനാ പറഞ്ഞ് ഇതിലെ പോയാൽ മെയിൻ റോഡിൽ കയറാമെന്ന്. അതിനും ഒരു തലയാട്ടലായിരുന്നു മറുപടി. അതിനെന്തോ ചോദിക്കാൻ വന്നവൻ കാണുന്നത് വിജനതയിലേക്ക് കണ്ണും നട്ട് മറ്റേതോ ലോകത്തിരിക്കുന്നവളെയാണ്. ആര്യന്റെ ഓർമ്മകളിൽ നിന്നും ഈ ജന്മം നിനക്ക് മടക്കമില്ലെന്നറിയാൻ ദേവ. പക്ഷെ നിന്റെ കാര്യത്തിൽ ഞാൻ പിന്നെയും സ്വാർത്ഥനാവുന്നു. അപ്പേട്ടൻ എന്റെ പേര് പറഞ്ഞു എന്നറിഞ്ഞപ്പോൾ ലോകം കീഴടക്കിയ സന്തോഷമായിരുന്നു. ഇനിയധികം കാത്തിരിപ്പില്ലെന്നുള്ള സന്തോഷം കുറച്ചൊന്നുമായിരുന്നില്ല ഉള്ളിൽ ആശ്വാസം തന്നത്. ഒരുപാട് നഷ്ടങ്ങൾക്ക് നടുവിൽ ഒരു കച്ചിത്തുരുമ്പ്, അതായിരുന്നു അപ്പേട്ടൻ. പിന്നെയുള്ള ഓരോ നിമിഷവും ആ വിളിക്കുള്ള കാത്തിരിപ്പായിരുന്നു. പക്ഷെ പോകെ പോകെ പ്രതീക്ഷകളൊക്കെ നഷ്ടമാകാൻ തുടങ്ങി. ദിവസങ്ങൾ എല്ലാവർക്കും ഓടിമറിഞ്ഞപ്പോൾ തനിക്ക് മാത്രം അത് അപ്പയുടെ അന്നത്തെ വിളിയിൽ ഉടക്കിക്കിടന്നു. ഇതിനിടയിൽ അച്ഛൻ പ്രതിയെ ഓരോന്നിനോടും പ്രതികരിച്ചു തുടങ്ങി. ദേവൂട്ടിന് ഇവിടുത്തെ സ്കൂളിൽ അഡ്ജസ്റ്റ് ആയി. പഴയ പോലെ സംസാരവും വിശേഷവും പറച്ചിലുമൊക്കെയായി ജീവിതം നോർമലാകാൻ തുടങ്ങിയിട്ടും തനിക്ക് മാത്രം പിന്നെയും മൂടുപടത്തിന് പിന്നിൽ ഒളിക്കേണ്ടി വന്നു. അച്ഛന്റെ വിശേഷം അറിയാൻ അപ്പ വിളിക്കുമ്പോഴൊക്കെ തനിക്ക് നേരെ വരുന്ന ഫോണിന്റെ മറുവശം അപ്പേട്ടനാകുമെന്ന് കരുതി ഓടി അടുക്കുമ്പോൾ ഉണ്ടാകുന്ന നിരാശയായിരുന്നു ഫലം. അങ്ങനെ പ്രതീക്ഷകളെല്ലാം നഷ്ടമായ ഒരു രാത്രിയിലാണ് ആ വിളി തനിക്കായി വന്നത്. അമ്മു. ഒരു നിമിഷം ശ്വാസം നിന്നുപോയി. ഹലോ അമ്മു, ആര് ദേ? ആ ആ അപ്പേട്ടാ. സങ്കടവും സന്തോഷമൊക്കെയായി അവളുടെ ഉമിനീരൊന്ന് അടക്കി. അപ്പേണ്ണ എന്താ ഇതുവരെ വിളിക്കാഞ്ഞേ? മറന്നോ എന്നെ? ഏങ്ങിപ്പോയവൾ. എന്റെ അവസ്ഥയൊന്നിപ്പോൾ നീ അറിഞ്ഞില്ലല്ലോ. താൻ നല്ല ഭാര്യയാണല്ലോടു. പറഞ്ഞതിലെ പരിഹാസം എന്തോ ആ നേരം അവൾ അറിഞ്ഞില്ല. അപ്പേട്ടൻ, അപ്പേണ്ണിപ്പൊ എങ്ങനെയുണ്ട്? സുഖായോ? ഉള്ളിലെ സ്നേഹം മുഴുവനും ആ വാക്കുകളിൽ നിറഞ്ഞു തുളുമ്പി. ഇത്രയും കരുതലുള്ള ഭാര്യയായിരുന്നോ? സോറി, ഞാൻ അറിഞ്ഞില്ല. അപ്പേട്ടാ ഞാൻ അല്ല, ഈ കാലത്തിനിടയ്ക്ക് ചത്തോ ഉണ്ടോന്നറിയാൻ പോലും ഈ ഭാര്യയുടെ ഫോണോ മെസ്സേജോ ഒന്നും എനിക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് ചോദിച്ചു പോയതാ. ഈ തവണ അവൾ ആ പുച്ഛം ശരിക്കും തിരിച്ചറിഞ്ഞു. പക്ഷെ പരാതിയോ ദേഷ്യമോ തോന്നിയില്ല. കാരണം സത്യം എന്താണെന്ന് ആൾക്കറിയില്ലെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് തവണ വിളിച്ചിരുന്നു ഏട്ടാ. ആ നമ്പര് കിട്ടുന്നുണ്ടായിരുന്നില്ല. അവളുടെ കണ്ണ് നിറഞ്ഞു. എന്തോ സ്വന്തം അമ്മയുടെയും അച്ഛന്റെയും പ്രവൃത്തികളുടെ ഫലമായിട്ടാണ്
തന്റെ കരുതലോ സ്നേഹമോ ഒന്നും തന്നെ ഏട്ടനിലേക്ക് എത്താതിരുന്നതെന്ന് പറയാൻ അവൾക്ക് ആ സമയം കഴിഞ്ഞില്ല. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി. നിന്നോട് തർക്കിക്കാനോ വാക്കുതർക്കത്തിനോ എനിക്ക് താല്പര്യമില്ല. പിന്നെ നീ ചോദിച്ചിട്ടുള്ള മറുപടി, ഞാൻ ഏറെക്കുറെ ഓക്കെ ആയി വരുന്നു. വാട്ട് അബൌട്ട് യു? നീ എന്ത് ചെയ്യുന്നു? ഞാനിവിടെ അച്ഛനോടൊപ്പം. അച്ഛന് വയ്യല്ലോ. അവളുടെ ശബ്ദം താണുപോയി. ആ, ഞാനൊന്ന് മറന്നു. സന്തോഷങ്ങളിൽ എങ്ങനെയുണ്ട്? ഓക്കെ ആയോ? ശരിയായി വരുന്നു. ആ ശരി അമ്മു, ഞാൻ പിന്നെ വിളിക്കാം, ജോലിയുണ്ട്. ജോലിയോ? അതെ, ജോലി. എന്തുപറ്റി? ജോലിക്ക് പോയി തുടങ്ങിയോ അപ്പേട്ടൻ? ഒരു വർഷത്തിന് മുകളിൽ ഞാൻ വെറുതെ ഇരുന്നില്ലേ, അതുപോരെ? ഞാൻ ഞാൻ അങ്ങനല്ലേട്ടാ ഉദ്ദേശിച്ചത്. കൂടുതൽ പറഞ്ഞ് ബുദ്ധിമുട്ടണ്ട അമ്മു. ഞാനിപ്പോ ഒരാഴ്ചയായതേ ഉള്ളൂ ജോലിക്ക് പോയി തുടങ്ങിയിട്ട്. എന്തുപറ്റി? എന്നിട്ടും ഏട്ടൻ എന്നെ വിളിച്ചില്ലല്ലോ. വിളിക്കണമെന്ന് കരുതിയിരുന്നു അമ്മു, പക്ഷെ തിരക്കുകൾ, മീറ്റിംഗ്സ്, ജോബിന്റെ ടെൻഷൻ വിട്ടുപോയി. ആ പിന്നെ ഞാൻ വിളിച്ച കാര്യം എന്താ തന്റെ ഉദ്ദേശം? താൻ ഇങ്ങോട്ട് വരുന്നില്ലേ? വിസയുടെ പ്രോസസ്സിംഗിലാണ് ഞാൻ. തുടങ്ങാൻ എംബസിയിൽ അപ്ലൈ ചെയ്യാൻ പോവാ ഞാൻ. അപ്പൊ അച്ഛൻ? എന്തച്ഛൻ? അവന്റെ സ്വരം മാറി. അത് അപ്പേട്ടാ, അച്ഛന്റെ കാര്യങ്ങളൊക്കെ അറിയില്ലേ? ഇപ്പോഴും ആള് ബെഡിൽ നിന്നും എഴുന്നേറ്റിട്ടില്ല. ഞാനിപ്പോ അങ്ങോട്ട് വന്നാൽ അച്ഛനും ദേവൂട്ടനും വല്ലാതെ ഒറ്റപ്പെട്ടു പോകും. ഇവിടെ ഇപ്പോ വന്നതിന് ശേഷം നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. സംസാരമൊക്കെ ഏറെക്കുറെ വ്യക്തമായി തുടങ്ങി. പെട്ടെന്ന് തന്നെ ഈ കിടപ്പിൽ നിന്നും അച്ഛനെ വീൽ ചെയറിലോട്ട് മാറ്റാൻ പറ്റുമെന്ന് വൈദ്യര് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അച്ഛനൊന്ന് നേരെയായാൽ അപ്പൊ ഞാൻ ഏട്ടന്റെ അടുത്തേക്ക് വരാം. അതുവരെ ഞാനിവിടെ. വാട്ട്? അമ്മു, ഇന്ന് നീ എന്റെ ഭാര്യയാണ്. നിനക്കിപ്പോ നിന്റെ അച്ഛനെ പോലെ തന്നെ എന്റെ പുറത്തും ധാരാളം ഉത്തരവാദിത്തമുണ്ട്. അതെന്താ നീ മറന്നുപോകുന്നേ? നമുക്കിപ്പോ അച്ഛനെ നിൽക്കാൻ വല്ല മേൽനേഴ്സിനെയും വെക്കാം. ഇതിന്റെ പേരിൽ ഇനി ഒരു തർക്കം വേണ്ട. സി അമ്മു, ഇനി നീ ഈ കാര്യത്തെപ്പറ്റി പറയുന്നൊന്നും കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. സോ ഞാൻ പറയുന്നത് കേട്ട് നീ എന്റെ കൂടെ വന്നേ പറ്റൂ. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തെപ്പറ്റി എനിക്ക് ഒന്നുകൂടി ആലോചിക്കേണ്ടി വരും. പറയുന്നതിനൊപ്പം തന്നെ ആ ഫോൺ കട്ടായി കഴിഞ്ഞിരുന്നു. അവൻ പറയുന്നതൊക്കെ കേട്ടവൾ ഞെട്ടിപ്പോയി. അപ്പേട്ടൻ അപ്പേട്ടൻ ഇത്രയൊക്കെ അറുത്തുമുറിച്ച് പറയാൻ മാത്രം തന്നിൽ നിന്നും അകന്നുപോയോ? ഇനി ശരിക്കും ഇഷ്ടം കൊണ്ടാകുമോ തന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞത്? പക്ഷെ ആ സ്വരത്തിലൊരു അല്പം പോലും സ്നേഹം തനിക്ക് തോന്നിയില്ലല്ലോ. മറിച്ച് ഓരോ വാക്കിലും ദേഷ്യമായിരുന്നു മുന്നിൽ. എന്താ ഭഗവാനെ സത്യം? 1000 ചോദ്യങ്ങൾ ഉള്ളിൽ തികട്ടി വന്നുകൊണ്ടിരുന്നു. ഹൃദയം പൊടിയും പോലെ തേങ്ങൽ അവൾ തലയിണയിൽ ഒഴുക്കിക്കളഞ്ഞെങ്കിലും പിന്നെയും സങ്കടം മാത്രം ബാക്കിയായി. കയ്യിലിരുന്ന ഫോണിലേക്ക് നോക്കി ആ രാത്രി മുഴുവനും അവൾ ഉറക്കമൊഴിച്ചു. വിയർത്ത കൺപോളയുമായി തന്നെ ഇപ്പോൾ സ്ഥിരം കാണുന്നതുകൊണ്ടാകും അച്ഛൻ ചോദ്യങ്ങളെല്ലാം ഉപേക്ഷിച്ചത്. പക്ഷെ ഇന്ന് പതിവിലും മൗനിയായി നിന്ന് അച്ഛൻ തന്റെ അടുത്തേക്ക് വന്നിരുത്തി. എന്തൊക്കെയോ വാക്കുകൾ പറഞ്ഞു. ഒന്നുമില്ലച്ചാ, ഉറങ്ങാൻ താമസിച്ചു പോയതുകൊണ്ടൊരു തലവേദന. പറഞ്ഞത് കള്ളമാണെന്ന് മനസ്സിലായതുകൊണ്ടാകും അച്ഛൻ പിന്നെ കൂടുതലൊന്നും ചോദിച്ച് വിഷമിപ്പിച്ചില്ല. പിന്നെയും അങ്ങോട്ട് എന്നുമുള്ള ഒഴിച്ചിലും പിഴിച്ചിലും മരുന്നും എല്ലാം ഒന്ന് ഒതുങ്ങി അച്ഛനെ മുറിയിൽ കൊണ്ടുവന്ന് കിടത്തിയപ്പോഴാണ് ഫോണിനെ പറ്റി ഓർക്കുന്നത്. ഓടിപ്പോയി അതെടുത്ത് നോക്കി. ഇല്ല, ആരും വിളിച്ചിട്ടില്ല. അപ്പേട്ടൻ അപ്പേട്ടന് വല്ലാത്ത മാറ്റങ്ങൾ. ഇനി തന്നെ മറന്നുപോയോ? അതുകൊണ്ടാകുമോ അങ്ങനെയൊക്കെ പറഞ്ഞത്? പക്ഷേ ഓർമ്മ വന്നു എന്നാണല്ലോ അപ്പ പറഞ്ഞേ. ഒന്നും അങ്ങോട്ട് വ്യക്തമാകുന്നില്ല. എന്തായാലും അപ്പയെ വിളിച്ചറിഞ്ഞേ പറ്റൂ. അച്ഛൻ ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തി ഫോൺ എടുത്തവൾ പുറത്തിറങ്ങി. 4-5 തവണ വിളിച്ചപ്പോഴാണ് അപ്പ എടുത്തത്. പേടിച്ചുകൊണ്ട് ആദ്യം തിരക്കിയത് അച്ഛനെയായിരുന്നു. കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ് അപ്പേന്റെ കാര്യം തിരക്കിയതും അപ്പ എന്നത്തെയും പോലെ ധൃതിയിൽ ഫോൺ കട്ട് ചെയ്യാൻ തുടങ്ങി. പ്ലീസ് അപ്പേ, വെക്കല്ലേ. കരഞ്ഞ് കാല് പിടിക്കും പോലെയുള്ള സ്വരം കടലുകൾക്കപ്പുറം ഇരുന്നവളെയും കണ്ണീരിലാഴ്ത്തി. മോളെ, പ്ലീസ് അപ്പേ, കട്ടിയല്ലേ. എന്താ എന്റെ അപ്പേട്ടന്? അപ്പു, അവൻ വിളിച്ചോ നിന്നെ? വിളിച്ചു. പക്ഷെ അത് പഴയ എന്റെ അപ്പേണ്ണല്ല. വല്ലാത്ത മാറ്റം. സ്വരത്തിലും ഭാവത്തിലുമൊക്കെ. എന്താ അപ്പേ, എന്താ ഇങ്ങനൊക്കെ? മോളെ, അപ്പേണ്ണന് ഓർമ്മ വന്നറിഞ്ഞപ്പോ ഞാൻ എന്തുമാത്രം സന്തോഷിച്ചു എന്നറിയോ അപ്പേ? ഇനിയെങ്കിലും എല്ലാം ശരിയാകുമെന്ന് കരുതി. പക്ഷെ ഇതിപ്പോ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇങ്ങനെ ഓരോ നിമിഷവും നെരിപ്പോട് പോലെ എരിയാൻ മാത്രം എന്ത് പാപം അപ്പേ ഞാൻ ചെയ്തേ? നെഞ്ചു പൊട്ടിയവൾ വലിയ വായിലെ കരഞ്ഞുപോയി. മറുവശത്ത് സവിതയുടെ അവസ്ഥയും വ്യത്യസ്തമല്ലായിരുന്നു. കരയല്ലേ മോളെ, സഹിക്കുന്നില്ലടി. പ്ലീസ് അപ്പേ, അപ്പയ്ക്ക് അവിടെ നടക്കുന്ന എന്താണെന്നറിയാം. എന്നോടും കൂടി പറഞ്ഞൂടെ? ഇങ്ങനെ ഉരുകി ഉരുകി അന്തമില്ലാതെ ഒന്ന് പറയപ്പേ.
അത് മോളെ, നീ വിചാരിക്കും പോലെ എന്തിനാപ്പ ഇനി എന്നോട് ഇതൊക്കെ ഒളിക്കുന്നേ? സത്യങ്ങൾ എന്തായാലും മറന്നേക്ക് പുറത്തു വരുമെന്ന് എനിക്കറിയാം. അങ്ങനെ ഒരുമിച്ചെല്ലാം കൂടി വന്നാൽ ചിലപ്പോ അപ്പയുടെ മോള് തകർന്നു പോവും. താങ്ങി നിൽക്കാൻ എനിക്കിപ്പോ എന്റെ അച്ഛന്റെ ബലം പോലും ഇല്ലപ്പേ. പൊട്ടനാട്ടും കാണും പോലെ ഒക്കെ കണ്ടു മടുത്തു ഞാൻ. അതുകൊണ്ട് പ്ലീസ് അപ്പേ, പറഞ്ഞൂടെ? പിന്നെയും തനിക്ക് മുന്നിൽ കരഞ്ഞപേക്ഷിക്കുന്നവളുടെ കണ്ണുനീര് കാണാതെ സവിത പൊള്ളിപ്പിടഞ്ഞു. മോളെ മിത്തു, അപ്പയുടെ പൊന്നുമോൾ ഇങ്ങനെ കരയല്ലേ. അപ്പ അപ്പ പറയാം. അപ്പയ്ക്കറിയുന്ന ഒക്കെ പറയാം. പക്ഷെ ഒക്കെ കേട്ട് കഴിയുമ്പോ അപ്പയുടെ കുഞ്ഞ് തളർന്നു പോകരുത്. ഇതിന് മോളിനി എന്ത് തളരാനാ അപ്പേ? തളരില്ല. ഒരുപക്ഷെ ഇനിയിപ്പോ തളർന്നാലും ഞാൻ, ആ ഉറപ്പ് പോരെ എന്റെ അപ്പയ്ക്ക്. മിത്തു, സങ്കടപ്പെടാൻ പറഞ്ഞതല്ലപ്പേ, ഒരു സത്യം പറഞ്ഞതാ. അല്ലേൽ എന്റെ അമ്മ പോയപ്പോ അച്ഛൻ ഇങ്ങനെ ആയപ്പോ ഒക്കെ ഞാൻ തീർന്നേനെ. അതുകൊണ്ട് അപ്പയ്ക്ക് ധൈര്യമായി പറയാം. അപ്പ പറയുന്നതൊക്കെയും മോള് സമാധാനത്തോടെ കേൾക്കണം. ഉം മോള് അപ്പൂന് ഓർമ്മ വന്നെന്നുള്ള സത്യമാ. പക്ഷേ നിന്നെ അകമഴിഞ്ഞ് സ്നേഹിച്ചവന്റെ ഉള്ളിൽ നിന്ന് അവൻ ജീവിച്ചു ചേർത്ത കുറെ അധികം വർഷങ്ങളില്ല മോളെ. അപ്പേ, സത്യാണ് മോളെ. മറവിക്കും ഓർമ്മയ്ക്കും ഇടയിലുള്ള വല്ലാത്തൊരു നൂൽപാലത്തിലാണ് അവന്റെ മനസ്സ്. അപ്പേ, ഞാൻ എന്റെ സ്നേഹം അത് അതെനിക്കറിയില്ല മോളെ. അത് പറയണമെങ്കിൽ അപ്പുവിന് ഓർമ്മകൾ വന്നത് മുതലുള്ള കാര്യങ്ങൾ ഞാൻ മോളോട് പറയണം. പറഞ്ഞോ അപ്പേ, ഞാൻ കേൾക്കുവാ. പറയുന്നതിനൊപ്പം അതുവരെ പിടിച്ചു നിന്ന മരത്തിലൂടെ തളർന്നവർ നിലത്തേക്കിരുന്നു. അപ്പുമോൻ അന്ന് കോമയിൽ നിന്നും പുറത്തേക്ക് വന്നിട്ടും അവന് ജീവനുണ്ടെന്നല്ലാതെ വലിയ മാറ്റങ്ങളൊന്നും ഇല്ലായിരുന്നു മോളെ. അന്നൊക്കെ ഞങ്ങൾ എല്ലാവരും അവന്റെ ഓർമ്മകൾ മുഴുവനും പോയിന്ന് തന്നെയാണ് കരുതിയത്. പക്ഷെ ദിവസങ്ങൾ പോകുന്തോറും എന്തൊക്കെയോ ചിലതൊക്കെ അവൻ ഓർത്തെടുത്ത് സംസാരിക്കാൻ തുടങ്ങി. അത് കണ്ടതും ലത ചേച്ചിക്കും മോഹനേട്ടനും ചെറിയൊരു പേടി തുടങ്ങി. പേടിയോ? എന്തിന്? ഉം അവൻ നിന്നെ ഓർത്തെടുക്കുമോ എന്നുള്ള പേടി. കേട്ടതും ശ്വാസം വിലങ്ങിപ്പോയി. ഇടതുകൈ മരക്കൊമ്പിൽ മുറുക്കി അവളൊന്ന് കണ്ണടച്ചു. മോളെ, മോളെ, പറഞ്ഞു അപ്പേ, കേൾക്കുക. അവളുടെ സ്വരം വല്ലാതെ ഇടറി. ഇവിടെ വന്നതിന് ശേഷം ഏട്ടന് മാത്രമേ അവനെ കാണാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ. എന്നോട് അവിടെ ചെല്ലരുതെന്ന് ചേച്ചിയും ചേട്ടനും തീർത്തു പറഞ്ഞു. അപ്പയോടോ? എന്തിന്? ഞാൻ നിന്റെ അപ്പയല്ലേ മോളെ. നിന്നെ സംബന്ധിക്കുന്ന ഒന്നും അവന്റെ ജീവിതത്തിൽ ഉണ്ടാകരുതെന്ന് അവർക്കിപ്പോ നിർബന്ധമല്ലേ. ഏട്ടനെ പോലും അവർ എന്നോട് എന്തെങ്കിലും പറയുന്നതിന് വിലക്കിയിട്ടുണ്ട്. അറിയോ? ഒരു വർഷം മുന്നേ മിത്തുമോളെ അപ്പുമോന് കൊടുക്കാൻ ഏട്ടനെ പറഞ്ഞ് സമ്മതിപ്പിക്കണമെന്ന് പറഞ്ഞ് തന്റെ ഫ്ളാറ്റിൽ കയറിയിറങ്ങിയവരെ പുച്ഛത്തോടെ ഓർത്തുപോയി സവിത. ഉം അവൻ അന്ന് ഹോസ്പിറ്റൽ വിടാൻ ഏകദേശം 7 മാസം എടുത്തു. അപ്പോഴേക്കും ചെറുതിലെ കാര്യങ്ങൾ കുറെയൊക്കെ ഓർമ്മ വന്നു. പഴയ കാര്യങ്ങൾ ഓരോന്നും അവനോട് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഓർമ്മകൾ തിരിച്ചു വരാൻ സാധ്യത കൂടുതലാണെന്ന് ചേട്ടൻ പറഞ്ഞത് ഞാനപ്പോ ഓർത്തു മോളെ. ഉം ഞാനന്ന് മോളെ വിളിച്ചിട്ട് പറഞ്ഞില്ലേ അവൻ മോളെ ഓർത്തുന്ന്. അതെ, അത് ഏട്ടൻ പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത്. കേട്ടപ്പോ സന്തോഷം കൊണ്ട് എനിക്ക് വയ്യായിരുന്നു. അതിൽ കൂടുതൽ ഒന്നും അന്വേഷിക്കാതെ ഞാൻ മോളെ വിളിച്ചു പറഞ്ഞത്. പക്ഷെ അത് ഓർമ്മകളില്ലാത്ത ഹൃദയത്തിൽ നിന്നോ പതിഞ്ഞുപോയൊരു പേര് മാത്രമാണെന്ന് അന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു മോളെ. സവിത നെഞ്ചു പൊടിയും പോലെ കണ്ണുനീരൊപ്പി. ഓർമ്മ നഷ്ടമായിട്ടും എവിടെയോ താൻ അവനിൽ ബാക്കിയുണ്ടായിരുന്നു എന്നുള്ള അറിവിൽ അവളുടെ ഹൃദയം സന്തോഷം കൊണ്ടൊന്ന് ഏങ്ങി. പിന്നെ അവൻ എന്തു പറഞ്ഞാലും നിന്റെ പേര് മാത്രം പറയാൻ തുടങ്ങി. നീ ആരാണെന്ന് അന്വേഷിക്കാൻ തുടങ്ങി. ഒരുപക്ഷെ എന്തെങ്കിലുമൊക്കെ അവൻ ഓർത്തെടുക്കാൻ ശ്രമിച്ചതാവും. പക്ഷെ അപ്പോഴൊക്കെ ചേച്ചിയും ചേട്ടനും അതിനെ വേറെന്തൊക്കെയോ ഒക്കെ ആക്കി മാറ്റി പറഞ്ഞ് പലതും അവനെ വിശ്വസിപ്പിക്കാനുള്ള തിരക്കിലായിരുന്നു. പക്ഷെ ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ മോളെ. അതുകൊണ്ടല്ലേ അവൻ ചെക്കപ്പിന് ചെന്ന ദിവസം തന്നെ സതീഷേട്ടനും നിർമ്മലേച്ചിയും ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നത്. അപ്പുവിനെ കണ്ടതും ഏട്ടൻ മോന്റെ അടുത്തേക്ക് ഓടിയെത്തി. അവന്റെ വിശേഷങ്ങൾ തിരക്കുന്നതിനിടയിൽ ചേട്ടൻ പറഞ്ഞാണ് മോൻ അവന്റെ കല്യാണം കഴിഞ്ഞതും പെണ്ണ് നീയായിരുന്നു എന്നൊക്കെ അറിയുന്നത്. അത് കേട്ടതും കുഞ്ഞ് തളർന്നു വീണു. അപ്പോഴേക്കും ഏട്ടനും ചേച്ചിയുമൊക്കെ വന്ന് അവിടെ ആകെ പ്രശ്നമായി. അടിപിടി ആയെന്ന് വരെയാ വേണുവേട്ടൻ പറഞ്ഞത്. ഏങ്ങലടിയുടെ ശബ്ദം സവിത ഫോണിലൂടെ കേട്ടു. പക്ഷേ അന്നത്തോടെ അവളെല്ലാം അറിയുന്നതാണ് നല്ലതെന്ന് സവിതയ്ക്ക് തോന്നി. മോളുമായുള്ള കല്യാണം അവൻ അറിഞ്ഞതും അതുവരെ പറയാത്തതിന് അപ്പു ഭയങ്കര ബഹളമുണ്ടാക്കിയെന്ന് അറിഞ്ഞേ. ചേച്ചിയും ചേട്ടനും അത് എങ്ങനെയാ മാനേജ് ചെയ്തതെന്ന് എനിക്കറിയില്ല മോളെ. പക്ഷേ അവരവനെ അടക്കി. ഇപ്പൊ ചേട്ടനെ കൊണ്ടും എന്തൊക്കെയോ കള്ളങ്ങൾ പറയിച്ചു എന്ന് തോന്നുന്നു. അതവർ ഫോൺ വിളിക്കുന്നതിൽ നിന്നും അപ്പ കേട്ടു മനസ്സിലാക്കിയതാ. പക്ഷെ മോളെ ഒന്നറിയാം, ആ കുഞ്ഞിന്റെ മനസ്സിൽ ഇവരെല്ലാം കൂടി വിഷം മാത്രമാണ് കുത്തി നിറയ്ക്കുന്നത്. ഇത്രയൊക്കെ എന്നോട് ചെയ്യാൻ ഞാൻ എന്ത് ചെയ്തിട്ടാ അപ്പേ? ജാതകദോഷം.
മോളുടെ ദോഷം കൊണ്ടാണ് അന്ന് ആ ആക്സിഡന്റ് നടന്നതെന്ന് അവര് വിശ്വസിക്കുന്നേ. മോളൊപ്പം ഉണ്ടെങ്കിൽ അവനില്ല പോലും. അപ്പേ! അലറി വിളിക്കാൻ പുറത്തേക്ക് വന്ന ശബ്ദം പോലും തൊണ്ടയിൽ ഉടക്കിപ്പോയി. മിത്തു, മോളെ. അപ്പേ, ഞാൻ കാരണമാണോ? നിനക്കെന്താ മോളെ, അവരെന്തെങ്കിലും വിവരക്കേട് പറഞ്ഞൂന്ന് കരുതി? അപ്പോ എന്റെ അപ്പേട്ടന്? അവനുള്ളിൽ എന്തൊക്കെയോ വലിയ തെറ്റിദ്ധാരണകളുണ്ട് മോളെ. ഈ പോയ മാസങ്ങൾ കൊണ്ട് അവനെ നിനക്കെതിരെ തിരിക്കുന്നതിൽ അവര് വിജയിച്ചു എന്നാ എനിക്ക് തോന്നുന്നേ. അല്ലേലും പണ്ടേ അവൻ അമ്മമോനാണല്ലോ. അമ്മ പറയുന്നൊക്കെ വേദവാക്യം. അപ്പൊ പിന്നെ അവൻ അവരെ വിശ്വസിച്ചില്ലെങ്കിലേ കുഴപ്പമുള്ളൂ. അതാണ് അവനിങ്ങനെ വിഷം ചീറ്റുന്നത്. അപ്പേ ഞാൻ അപ്പെ അവനെ കാണാനായി കുറേയായി ശ്രമിക്കുന്നുണ്ട് മോളെ. കണ്ടാൽ അപ്പ സത്യങ്ങളൊക്കെ പറഞ്ഞവനെ മനസ്സിലാക്കിക്കൊള്ളാം. സത്യം. കാണാൻ അവരെ സമ്മതിച്ചില്ലെങ്കിലോ അപ്പേ? അപ്പുവിനെ മോള് പിന്നെ മറക്കാൻ പഠിക്കുന്നതാവും നല്ലത്. പറഞ്ഞു തീർന്നതും എന്തോ താഴെ വീണുടയുന്ന സൗണ്ടോടെ മിത്തു കേട്ടു. പുറകെ ഫോണും കട്ടായി. കേട്ടതൊക്കെ എന്താന്ന് തിരിച്ചറിയാൻ പോലും വയ്യാതെ അവൾ നിലത്തേക്ക് പോയിരുന്നു. ദേവാ, ദേവാ! തോളിൽ ആരോ പിടിച്ചുലയ്ക്കുന്ന പോലെ തോന്നിയാണ് കണ്ണു തുറന്നത്. ശ്രീയേട്ടൻ. ഇതെന്താ ദേവാ? എന്തു പറ്റി? നീ എന്താ ഇങ്ങനെ മള്ളിയിരിക്കുന്നത്? എഴുന്നേറ്റേ. ദേവാ, ഇടി എഴുന്നേൽക്കാൻ! കരഞ്ഞ് അവശയായി ഇരിക്കുന്നവളെ ശ്രീ താങ്ങി പിടിച്ചു നിർത്തി. ദേവ, എന്താടാ? നീ എന്തിനിങ്ങനെ കരയുന്നത്? മോളെ! ശ്രീ അവളുടെ ഒരു കയ്യിൽ പിടിച്ച് കവിളിൽ തട്ടി ചോദിച്ചുകൊണ്ടിരുന്നു. ഞാനാണോ ശ്രീയേട്ടാ? ഞാൻ കാരണമാണോ? എന്ത്? എന്ത് നീയാണോന്ന്? ഞാൻ കാരണമാണോ അമ്മയും അച്ഛനും പോയേ? ഞാനാണോ അവരെ? നീയോ? നിനക്കെന്താ ദേവ? ശ്രീയുടെ ദേഷ്യം അവന്റെ കണ്ണുകളിൽ തെളിഞ്ഞു. ഞാൻ കാരണമാണോ അച്ഛൻ ഇങ്ങനെ? ദേവോ, ഞാനാണോ അപ്പേണ്ണെ ഇങ്ങനൊക്കെ ആക്കിയേ? നിനക്ക് എന്തടി? നീ എന്തു ഈ പിച്ചും പേയും പറയുന്നേ? പല്ല് ഞെരിച്ചവൻ അവളെ ഒന്ന് നോക്കി കടുപ്പിച്ചു. ഞാനാ, ഒക്കെ ഞാൻ കാരണ. എന്റെ ദോഷം കൊണ്ടാ. ഞാനാ എല്ലാരെയും. ഞാൻ തീർന്നാലേ എല്ലാരും രക്ഷപ്പെടും. ഞാനാ, ഒക്കെ ഞാനാ. ഭ്രാന്ത് പിടിച്ചവളെ പോലെ അവൾ അലറി വിളിച്ചുകൊണ്ടിരുന്നു. പാവം ശ്രീയേട്ടൻ തന്റെ ഭാവം കണ്ടന്ന് ശരിക്കും പേടിച്ചുപോയി. എന്തൊക്കെ പറഞ്ഞു തന്നെ സമാധാനിപ്പിക്കാൻ നോക്കിയിട്ടും അടങ്ങുന്നില്ലെന്ന് കണ്ട കൈപൊക്കിയത്. ദേവാ, തന്റെ കാരണം പുകച്ചോർണം തന്നാലുണ്ടല്ലോ. ഒരു നിമിഷം കണ്ണിൽ ഇരുട്ട് കയറി. നിലതെറ്റിപ്പോയ തന്നെ താഴെ വീഴും മുന്നേ ശ്രീയേട്ടൻ നെഞ്ചോടടക്കി പിടിച്ചിരുന്നു. അന്നത്തെ ഓർമ്മയിൽ അവളുടെ കണ്ണ് നിറഞ്ഞൊഴുകി. അതേസമയം ശ്രീയും ആ ഓർമ്മകളിൽ തന്നെയായിരുന്നു. അപ്പോ എല്ലാരോടും നിറയെ നിറയെ ഇഷ്ടം. ഇപ്പോ ഒക്കെ ഒന്ന് ക്ലിയർ ആയെന്ന് തോന്നുന്നു. അപ്പോ അടുത്ത ഭാഗവുമായി നമുക്ക് വേഗം കാണാമേ. നന്ദി.